SLC പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇനി ചെയ്യേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ +1 ഏതെടുക്കണമെന്ന് തീരുമാനിക്കണം. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ചേച്ചിമാരോ ചേട്ടന്മാരോ ഒക്കെ പറയുന്നത് കേട്ടിട്ട് ആ ഒരു കോഴ്സ് ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മക്കളെ, നിങ്ങൾ ഒരു കാരണവശാലും അത്തരം മിസ്റ്റേക്കുകൾ നിങ്ങൾ വരുത്തരുത്. മറ്റുള്ളവരുടെ വാക്കും കേട്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്താണ് തോന്നിയ ഒരു കോഴ്സ് നിങ്ങൾ എടുക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, 10ാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. ഇത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു അംബീഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താവണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത കോഴ്സ് ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. ഇനിയിപ്പോ നിങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല ഏതാണ് എടുക്കേണ്ടതെന്നൊരു ഇപ്പോഴും ഒരു കൺഫേം അല്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഓരോ കോഴ്സ് എടുത്താലും എങ്ങനെയാണ് അതിന്റെ സ്കോപ്പ് എന്താണ്, അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സയൻസ് എടുത്തു കഴിഞ്ഞാൽ സയൻസിലാണെങ്കിൽ ഇപ്പോ ബയോളജി സയൻസ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ഹോം സയൻസ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് സയൻസുകൾ ഉണ്ട്. ഇതിലിപ്പോ ഓരോന്ന് എടുത്താലും നമുക്കുള്ള ഓപ്പർച്യൂണിറ്റികൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഓരോ കോഴ്സുകൾ എടുക്കാനും. നമ്മൾ അതിന്റെ ഒരു സീരീസ് തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അത് സയൻസ് എടുത്താലും കൊമേഴ്സ് എടുത്താലും ഹ്യൂമാനിറ്റീസ് എടുത്താലും ഏത് കോഴ്സ് എടുത്താലും എന്താണ് അതിന്റെ ഓപ്പർച്യൂണിറ്റികൾ, നിങ്ങൾ എങ്ങനെയാണ് അത് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇനി വരും വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.